ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. നമ്മൾ ഇന്ന് ഇൻകം ടാക്സ് ആയി റിലേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു സമ്മറി എന്ന രൂപത്തിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. അത്രയും പറയുമ്പോൾ തന്നെ ഒരു 3-4 ക്ലാസ് പോവും. അത്രയും ചെയ്യാനുള്ള ടൈം നമുക്കില്ല. അതുകൊണ്ട് ഒരു സമ്മറി ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റ് നോക്കി പൊക്കോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ക്ലാസ് കേൾക്കുന്നവർ എന്ത് ചെയ്യുക, ക്ലാസ് ഒന്ന് കേൾക്കുക, അതിനുശേഷം നമ്മുടെ PDF-ഉം ഒന്ന് വായിച്ച് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു സമ്മറി മാത്രമായിട്ടേ ഇതിൽ പറയുന്നുള്ളൂ കേട്ടോ. നമുക്ക് കുറേ കാര്യങ്ങളല്ലാതെ തന്നെ ഉണ്ട്, അപ്പോൾ തീരില്ലാത്തതുകൊണ്ടാണ്. 2 ദിവസമായിട്ട് ക്ലാസ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അത് വീട്ടിലെ കുറച്ച് കാര്യങ്ങളായി തിരക്കിലായിരുന്നു. നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനുള്ള ടൈം പോലും ഉണ്ടായില്ല. അതുകൊണ്ടാണ് റിപ്ലൈ ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, നമ്മൾ എന്തായാലും തീർക്കൂട്ടോ. ഞാൻ MCQ അതുകൊണ്ടാണ് MCQവും കൂടെ ഇടുന്നത്. എന്തായാലും ക്ലാസ്സുകൾ തീർക്കും. നിങ്ങൾ നന്നായി പഠിക്കുക, കിട്ടുന്ന ടൈം പഠിക്കുക. ഞാൻ ഇത് ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് വായിച്ച് ആ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നന്നായി പഠിക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ എന്നാ മിസ്സേ ക്ലാസ് തീരുന്നതെന്ന് ചോദിച്ച് ആ സമയം കളയാതെ നിങ്ങളുടെ സമയം നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ മാക്സിമം തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞാനും ഈ എക്സാം എഴുതുന്ന ആളാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് നന്നായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന സമയം മാക്സിമം വിനിയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ MCQ സെക്ഷൻസ് ആയാലും MCQയും ഇതിൻ്റെ കൂടെ ചെയ്യുന്നതാണ്, ക്ലാസ്സുകളും ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാവരും വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇത് രണ്ടും നോക്കി. ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് ടോട്ടലായിട്ട് ഒരു സമ്മറി എന്ന രൂപത്തിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അത്രയും നിങ്ങൾ പഠിക്കുക കേട്ടോ. തൽക്കാലം അത്രയും പഠിച്ചു പോവുക. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കുമ്പോൾ MCQ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മീനിങ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ്സിൻ്റെ പ്രൊഫഷൻ്റെ മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ബിസിനസ് എന്താണ്? ബിസിനസ് ഇൻക്ലൂഡ്സ് എനി ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ. എന്തെങ്കിലും ഇക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്ന അതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. പ്രൊഫഷൻ മീൻസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഏർണിംഗ് ലിവ്ലിഹുഡ് വിത്ത് റിക്വയർ ഇൻ്റലക്ച്വൽ സ്കിൽ ഓർ മാനുവൽ സ്കിൽ. അവിടെ പ്രൊഫഷൻ ആകുമ്പോൾ അവിടെ ഒരു ഇൻ്റലക്ച്വൽ സ്കില്ലോ അല്ലെങ്കിൽ മാനുവൽ സ്കില്ലോ ആവശ്യമാണ്. ഇപ്പോൾ CA, ടീച്ചർ എന്നിവരൊക്കെയാണ് പ്രൊഫഷൻസ് അല്ലേ. Professions include vocation, and vocation means activity which are performed in order to earn livelihood. നമ്മൾ ബിസിനസ്സിൽ +1 ബിസിനസ്സിലാണോ +2 ആണോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിസിനസ്, എംപ്ലോയ്മെൻറ്റ്, പ്രൊഫഷൻ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതി മാത്രം ഇവിടെ നോക്കിയാൽ മതി. നമുക്ക് കൂടുതലായിട്ട് ഇവിടെ ഇൻകം ടാക്സ് എങ്ങനെയാണ്, ടാക്സിൻ്റെ പർപ്പസാണ് നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. The profit and gains of business or profession include the following. ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ്റെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കി. റവന്യൂ പ്രോഫിറ്റ്, പിന്നെയോ എമൗണ്ട് ഡ്യൂ ഓർ റിസീവ്ഡ് ആസ് കോമ്പൻസേഷൻ ഫോർ ടെർമിനേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഓർ ഏജൻസി ഓർ മോഡിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് ടേംസ് ആൻഡ് കണ്ടീഷൻ. ഏതെങ്കിലും എമൗണ്ട് ഡ്യൂ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ റിസീവ്ഡ് ആയിട്ടുണ്ടോ, എന്തിനു വേണ്ടിയിട്ട്, മാനേജ്മെൻറ്റ് ടെർമിനേഷൻ്റെ കോമ്പൻസേഷൻ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ മോഡിഫിക്കേഷൻ ആയിട്ടോ നമുക്ക് എന്തെങ്കിലും എമൗണ്ട് ഡ്യൂ ആയിട്ടോ റിസീവ്ഡ് ആയിട്ടോ ഉണ്ടെങ്കിൽ അതും എന്തിൽ വരും, ഈ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനിൽ വരും. തേർഡ് പോയിന്റ്, income of an association from specific services performed for its മെമ്പേഴ്സിന് വേണ്ടി പെർഫോം ചെയ്യുന്ന ചില സ്പെസിഫിക് സർവീസസ് ഉണ്ടാവും. അതിൽ വരുന്ന ഇൻകം ഇതിൽ വരും. എന്തിൽ? ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻകത്തിൽ വരും. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇമ്പോർട്ട് ലൈസൻസ് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ്. ക്യാഷ് അസിസ്റ്റൻസ് റിസീവ്ഡ് ഫ്രം ദ ഗവൺമെൻറ് ഫോർ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഗവൺമെൻറ് തരുന്ന ക്യാഷ് അസിസ്റ്റൻസ്. ദെൻ ഇൻകം ഫ്രം സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻസ് ഇൻകം. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. The taxable profit is determined by deducting admissible expenses from the gross receipt or gross income of the business or profession.
അഡ്മിസിബിൾ എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്തിട്ട് ഏതിൽ നിന്ന് ഗ്രോസ് റെസീപ്റ്റ് അല്ലെങ്കിൽ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് നമ്മൾ എക്സ്പെൻസുകൾ എന്തെങ്കിലും അഡ്മിസിബിൾ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത് ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദ ടാക്സബിൾ പ്രോഫിറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡിഡക്റ്റിംഗ് അഡ്മിസിബിൾ എക്സ്പെൻസസ് ഫ്രം ദ ഗ്രോസ് റെസീപ്റ്റ് ഓർ ഗ്രോസ് ഇൻകം ഓഫ് ദ ബിസിനസ് ഓർ പ്രൊഫഷൻ. ദെൻ അഡ്മിസിബിൾ എക്സ്പെൻസസ് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ 30 മുതൽ 37 വരെയാണ്. സെക്ഷൻ 30 മുതൽ 37 വരെ നമുക്ക് അഡ്മിസിബിൾ എക്സ്പെൻസിനെ പറ്റി പറയുന്നുണ്ട്. ഇഫ് സർട്ടൻ എക്സ്പെൻസസ് ചാർജ്ഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആർ ഡിസലൗഡ് ദേ ആർ ആഡഡ് ബാക്ക് ഇൻ ദ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ചില എക്സ്പെൻസ് ഒക്കെ ഏതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിസലവ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്ത് ചില എക്സ്പെൻസസ് ശരിക്കും അലവ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അത് ആഡഡ് ബാക്ക് ചെയ്യുക നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ബാക്ക് ചെയ്യുക അത്രേ ഉള്ളൂ. ദെൻ ഏതൊക്കെ ഡിഡക്ഷൻസ് ആണ് എക്സ്പ്രസ്ലി അലൗ ചെയ്തിരിക്കുന്ന ഡിഡക്ഷൻ എക്സ്പ്രസ്ലി അലൗഡ്. എക്സ്പെൻസസ് ഇൻ റെസ്പെക്ട് ഓഫ് ബിൽഡിംഗ് റെൻറ്റ്, റിപ്പയർ, ലാൻഡ്, റവന്യൂ, ലോക്കൽ ടാക്സ്, ഇൻഷുറൻസ് പ്രീമിയം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് അലവ് ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് റെൻറ്റ്, റിപ്പയർ, ലാൻഡ് റവന്യൂ തുടങ്ങിയവ. പിന്നെ പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ റിപ്പയേഴ്സ്, ഇൻഷുറൻസ് പ്രീമിയം അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് അലൗഡ് ആണ്. ദെൻ ഡിപ്രിസിയേഷനായി ബന്ധപ്പെട്ട ഡിപ്രിസിയേഷൻ ഓൺ ടാഞ്ചിബിൾ അസറ്റ് നമുക്ക് കാണാനും തൊടാനൊക്കെ പറ്റുന്ന അസറ്റ്സിൻ്റെ ഡിപ്രിസിയേഷൻ അലൗഡ് ആണ്. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ അലൗഡ് ആണ്. ദെൻ ഡിഡക്ഷൻ റിഗാർഡിംഗ് ഡിപ്പോസിറ്റ് ഇൻ ടീ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്, കോഫി ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്, റബ്ബർ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട് ഡിഡക്ഷൻ ഷാൾ ബി അലൗഡ് ഓൺ ദ എമൗണ്ട് ഡിപ്പോസിറ്റഡ് ഓർ 40% ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് സച്ച് ബിസിനസ് whichever is less. അതായത് ടീ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്, കോഫി ഡെവലപ്മെൻറ്റ് അക്കൗണ്ട് അങ്ങനെയുള്ള ഡിപ്പോസിറ്റ് നമുക്ക് അതിൻ്റെയും ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അതൊന്നെങ്കിൽ നമ്മൾ എത്ര എമൗണ്ട് ആണോ ഡിപ്പോസിറ്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ 40% അതിലേതാണോ കുറവ് അതായിരിക്കും നമുക്ക് കിട്ടുന്നത്, ഇത് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. Then deduction regarding deposit in special account for prospecting for or extraction or production of petroleum or natural gas. മുകളിൽ പറഞ്ഞില്ലേ നമ്മൾ കോഫി ഡെവലപ്മെൻറ്റ് അക്കൗണ്ട് സെയിം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താ പെട്രോളിയം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് അതിൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ എക്സ്ട്രാക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അക്കൗണ്ടിന് ഡിഡക്ഷൻ എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ 20% നമുക്ക് ഡിഡക്ഷൻ എക്സ്പ്രസ്ലി അലൗഡ് ആണ്. ദെൻ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടി ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചർ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ, റവന്യൂവും വരുന്നുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വരുന്നുണ്ട്. സം പെയ്ഡ് ടു നാഷണൽ ലബോറട്ടറി എക്സിട്ര ഫോർ സയൻറ്റിഫിക് റിസർച്ച് ഡിഡക്ഷൻ 150% ഓഫ് സം പെയ്ഡ്. നാഷണൽ ലബോറട്ടറിക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്രയാ 150% നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. സം പെയ്ഡ് ഫോർ സോഷ്യൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്, സോഷ്യൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചിന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 100% സം പെയ്ഡ് നമുക്ക് ഡിഡക്ഷനായി കിട്ടുന്നതാണ്. പിന്നെ ഇൻ ഹൗസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനാണെങ്കിലും 150% ഡിഡക്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് സയൻറ്റിഫിക് റിസർച്ചിൻ്റെ കീഴിൽ എക്സ്പെൻഡിച്ചർ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻസ്. ഇനി അടുത്തത് ഡിഡക്ഷൻ റിഗാർഡിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു ഒബ്റ്റെയിൻ റൈറ്റ് ടു യൂസ് സ്പെക്ട്രം ഫോർ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് യൂസ് ചെയ്യുമ്പോൾ അതിന് വരുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലെ ഡിഡക്ഷനും എക്സ്പ്രസ്ലി അലൗഡ് ആണ് എന്ന് ഓർത്ത് വയ്ക്കാം. ദെൻ ഡിഡക്ഷൻ റിഗാർഡിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു ഒബ്റ്റെയിൻ ലൈസൻസ് ടു ഓപ്പറേറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് ഓപ്പറേറ്റ് ചെയ്യുവാനുള്ള അതിന് വരുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഡിഡക്ഷനിൽ വരുന്നതാണ്. ദെൻ എക്സ്പെൻഡിച്ചർ ഓൺ സ്പെസിഫൈഡ് ബിസിനസ് നടത്തുമ്പോൾ വരുന്ന എക്സ്പെൻഡിച്ചർ, റൂറൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ നാഷണൽ പോവർട്ടി ഇറാഡിക്കേഷൻ ഫണ്ട് അതിനൊക്കെ കൊടുക്കുന്ന പേയ്മെൻറ്റ്. പിന്നെന്താണ് എക്സ്പെൻഡിച്ചർ ഓൺ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോജക്റ്റ് അതിന് വരുന്ന എക്സ്പെൻഡിച്ചർ. പിന്നെ കുറേ ഉണ്ട്. പിന്നെ എന്താ വരിക, സ്കിൽ ഡെവലപ്മെൻറ്റിന് വരുന്നു. പിന്നെ പ്രിലിമിനറി എക്സ്പെൻസായി റിലേറ്റ് ചെയ്ത് വരുന്നു. അമാൽഗമേഷൻ അല്ലെങ്കിൽ ഡീമെർജറായി റിലേറ്റ് ചെയ്ത് വരുന്നു. പിന്നെ വോളണ്ടറി റിട്ടയർമെൻറ്റ് അതിൻ്റെ എക്സ്പെൻഡിച്ചറായിട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുറേ വരുന്നുണ്ട് നമ്മുടെ. പിന്നെ ഇവിടെ അതർ ഡിഡക്ഷൻ ആയിട്ട് സ്റ്റോഴ്സിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം, എംപ്ലോയി ഹെൽത്തിനുള്ള ഇൻഷുറൻസ് പ്രീമിയം, ബോണസ്, പിന്നെന്താണ് ഡിസ്കൗണ്ട് ഓൺ 0 കൂപ്പൺ ബോണ്ട്. ഇത്രയാണ് ഡിഡക്ഷൻ എക്സ്പ്രസ്ലി അലൗഡ് എന്ന് പറയുന്നത്. ഒരു 17ഓളം പോയിൻ്റ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് എല്ലാം കേട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഇനി പിന്നെ പറയുന്നത് ഡിഡക്ഷൻ എക്സ്പ്രസ്ലി ഡിസലൗഡ് ആയിട്ടുള്ളത്. ഒന്നാമത്തേത് ഫോർ ഓൾ അസസീസ്, ഓരോ അസസിക്കും ഡിസലൗഡ് ആയിട്ടുള്ളത്. ഒന്നാമത്തേത് എന്താണ്? എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസ്മെൻറ്റ് ഇൻ എനി സൊവൈനർ എക്സെട്ര പബ്ലിഷ്ഡ് ബൈ എ പൊളിറ്റിക്കൽ പാർട്ടി പബ്ലിഷ് ചെയ്തിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ഡിസലൗഡ് ആണ്. ദെൻ payment out of India or in India to a non-resident or a foreign company on which tax deductible at source but a tax has not been deducted or after deduction has not been paid. Non-resident അല്ലെങ്കിൽ foreign country ഒക്കെ ആണെങ്കിൽ അതിൽ TDS എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഡിസലൗഡ് ആണ്. അതായി ബന്ധപ്പെട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ കേട്ടോ, അതിൻ്റെ ഡിഡക്ഷൻ ഡിസലൗഡ് ആണ്. ദെൻ ഇൻകം ടാക്സ് എന്താണ്? ഡിഡക്ഷൻസ് എക്സ്പ്രസ്ലി ഡിസലൗഡ് ആണ്. Then any payment to residents on which tax is deductible at source but tax has not been deducted or after deduction. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ റെസിഡൻസിൻ്റെ കേസിലാണെങ്കിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സോ അല്ലെങ്കിൽ 30% എന്താണ് ഷാൾ ബി ഡിസലൗഡ് ആണ്. ദെൻ സാലറി പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ വരുന്നുണ്ട്. ടാക്സ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ വോളണ്ടറിലി ഓൺ ദ വാല്യൂ ഓഫ് പെർക്യൂസിറ്റ്സ്. ഇതൊക്കെ ഇതിൽ കൂടുതൽ എങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, കാരണം അതുകൊണ്ടല്ല കേട്ടോ, നമുക്ക് കറക്റ്റ് ആ ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പോയിൻറ്റ് വിശദീകരിച്ചത് എന്തുകൊണ്ടാണ് ഡിസലൗഡ് ആവുന്നത്, എന്തുകൊണ്ടാണ് അലൗഡ് ആവുന്നത് എന്നൊക്കെ വിശദമായിട്ട് പറയാൻ സാധിക്കും. പക്ഷേ അത്രയും പറയാനുള്ള ഇത് നമുക്കില്ല, ടൈമില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ അത്രയും പറയുമ്പോൾ ഈ ഒരു ബിസിനസ് ആൻഡ് പ്രൊഫഷൻ തന്നെ പറയുമ്പോൾ തന്നെ നമുക്കൊരു 3-4 വീഡിയോ വരും. അത്രയും ക്ലാസ്സുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ ബാക്കിയുള്ളതിൻ്റെ ടൈം പോവുമല്ലോ ഇത്ര ദിവസത്തിനുള്ളിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത്. വേറെ PYQ ഉണ്ട്. ഇത് വന്നിരിക്കുന്ന PYQ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഐഡിയ കിട്ടും കേട്ടോ. അത് ഞാൻ അടുത്ത ദിവസം തന്നെ ചെയ്യാം. ഈ ഒരു തിരക്ക് മാറിക്കഴിയുമ്പോൾ ഞാൻ അടുത്ത ദിവസം തന്നെ എന്തായാലും അടുത്ത ആഴ്ചയോടുകൂടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ അസസിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഫേംസിൻ്റെ കാര്യമാണെങ്കിലോ, സാലറി, ബോണസ്, കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ഇൻ എക്സസ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് കൂടുതലാണെങ്കിൽ ആ ഡിഡക്ഷൻ ഡിസലൗഡ് ആയിരിക്കും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൺ ലോൺ എക്സസ് ഓഫ് 12% പെർ ആനം, അതും ഡിഡക്ഷൻ എക്സ്പ്രസ്ലി ഡിസലൗഡ് ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ AOP അല്ലെങ്കിൽ VOI ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസിൻ്റെ കാര്യമാണെങ്കിലോ, payment of interest, salary, bonus, commission or remuneration to members of AOP or BOI is disallowed. എന്തെങ്കിലും പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റോ സാലറിയോ ബോണസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഡിസലൗഡ് ആണ്. അപ്പോൾ അലൗഡ് എന്തൊക്കെയാണെന്ന് നോക്കി, ഡിസലൗഡ് നോക്കി. ഇനി എക്സ്പെൻസസ് നോട്ട് ഡിഡക്റ്റബിൾ ഇൻ സർട്ടൺ സർക്കംസ്റ്റൻസസ്, ഡിഡക്റ്റബിൾ അല്ലാത്ത എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്? പേയ്മെൻറ്റ് ടു റിലേറ്റീവ് ഓർ അസോസിയേറ്റ് കൺസേൺ ഇൻ എക്സസ് ഓഫ് മാർക്കറ്റ് റേറ്റിനേക്കാളും കൂടുതൽ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ അതെന്താണ്? നോൺ ഡിഡക്റ്റബിൾ ആണ്. ദെൻ പേയ്മെൻറ്റ് ഇൻ ക്യാഷ് എക്സീഡിങ് 10,000 ഓർ 35,000 അത് ഡിസലൗഡ് ആണ്. അതിന് ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് ഒന്ന് കേൾക്കുക. ഒന്ന് കേട്ട് കഴിഞ്ഞിട്ട് PDF നമ്മൾ അയക്കുമല്ലോ, ആ PDF ഒന്ന് വായിക്കുക. ഒരു ഓവറോൾ ഐഡിയ മാത്രം തൽക്കാലം ഉണ്ടാക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് PYQ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി നോക്കാം. അല്ലെങ്കിൽ ഈ ഇൻകം ടാക്സ് അതിൽ കൂടുതൽ ഇപ്പോൾ നമുക്കിനി ഡിഡക്ഷൻസ് നോക്കാം. ഡിഡക്ഷൻസ് ഒക്കെ ആയാലും ഇപ്പോൾ ATCയിൽ എന്താണ് പറയുന്നത് അത്രയും മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ടോട്ടലായിട്ട് ATCയിൽ എന്നൊക്കെ ഉണ്ടെന്നുള്ളത് ഫുള്ള് നമുക്ക് നോക്കാൻ പറ്റില്ല. അത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെന്തായാലും നമുക്ക് തീരില്ലല്ലോ. അപ്പോൾ അത്രയും നോക്കാനുണ്ട്. അതുകൊണ്ട് നമ്മളൊരു സമ്മറി എന്ന രൂപത്തിൽ മാത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളൂ. ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി അത് മാത്രമേ ഇതിലും പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. Then provision for gratuity provided the gratuity fund is not an approved fund. അതും അപ്രൂവ്ഡ് അല്ല. അൺഅപ്രൂവ്ഡ് ഫണ്ട്, എംപ്ലോയറിൻ്റെ ഏതെങ്കിലും അൺഅപ്രൂവ്ഡ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷനും എന്താണ്, ആ എക്സ്പെൻസും നോട്ട് ഡിഡക്റ്റബിൾ ആണ്. ദെൻ ഡിഡക്ഷൻസ് allowable on actual payment. ഡിഡക്ഷൻസ് allowable on actual payment. ആക്ച്വൽ പേയ്മെൻറ്റിൽ അലൗ ചെയ്തിരിക്കുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്? ടാക്സ്, ഡ്യൂട്ടി, സെസ് അത് allowable ഡിഡക്ഷൻ ആണ്. പിന്നെയോ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, പിന്നെ എംപ്ലോയീസിനുള്ള ബോണസ്, കമ്മീഷൻ,
ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ്, പിന്നെ ബാങ്ക് അതിൻ്റെ ലോണിൻ്റെ ഇൻട്രസ്റ്റ്, പിന്നെയോ എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്, സം പേയബിൾ ടു ഇന്ത്യൻ റെയിൽവേ ഫോർ യൂസ് ഓഫ് റെയിൽവേ അസറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേക്ക് കൊടുക്കുന്ന സം, അതൊക്കെ എന്താണ്, അതൊക്കെ നമുക്ക് ഡിഡക്റ്റബിൾ ആണ്, ഡിഡക്ഷൻസ് അലൗഡ് ആണ്, ഡിഡക്ഷൻ അലൗഡ് ഓൺ ആക്ച്വൽ പേയ്മെൻറ്റ്. ദെൻ പ്രോഫിറ്റ്സ് ചാർജബിൾ ടു ടാക്സ്, പ്രോഫിറ്റ് ചാർജബിൾ ടു ടാക്സ്. A recovery of any loss or expenditure allowed as deduction in an earlier year. Earlier yearൽ ഏതെങ്കിലും ഡിഡക്ഷൻ ഒക്കെ അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിക്കവറി എന്താണ്, ചാർജബിൾ ടു ടാക്സ് ആയിരിക്കും. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസെറ്റ്സ് ഓൺ വിച്ച് ഡിപ്രിസിയേഷൻ ഈസ് അലൗഡ് ഓൺ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രിസിയേഷൻ അലൗ ചെയ്തിട്ടുള്ള അസറ്റിൻ്റെ സെയിലിൽ കിട്ടുന്ന പ്രോഫിറ്റും ചാർജബിൾ ടു ടാക്സ് ആയിരിക്കും. പിന്നെ സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്ത അസറ്റിൻ്റെ സെയിൽ പ്രൊസീഡ്സ്, ബാഡ് ഡെപ്റ്റ് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന റെസിപ്റ്റ്സ്, പിന്നെ സ്പെഷ്യൽ റിസർവ് മുഖേന ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ എന്താണ്, അത് ആ പ്രോഫിറ്റ്സ് ഒക്കെ ചാർജബിൾ ടു ടാക്സ് ആയിരിക്കും. ഇനി സെറ്റ് ഓഫ് ലോസസ് എഗെയിൻസ്റ്റ് ഡീംഡ് പ്രോഫിറ്റ്, സെറ്റ് ഓഫ് ആണ് പറയുന്നത്. Any business or profession losses of the year in which it ceased to exist and which could not be set off against his any other income of that year shall be set off against the profit chargeable to tax. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ലോസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ, ലോസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് സെറ്റ് ഓഫ് ചെയ്യും അല്ലേ. ഇപ്പോൾ സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ആ വർഷത്തിൽ തന്നെ ഇൻകം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കത് പ്രോഫിറ്റ്സ് ചാർജബിൾ ടു ടാക്സിൽ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എനി ബിസിനസ് ഓർ പ്രൊഫഷൻ ലോസസ് ഓഫ് ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് സീസ് ടു എക്സിറ്റ് ആൻഡ് വിച്ച് കുഡ് നോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഹിസ് എനി അതർ ഇൻകം ഓഫ് ദാറ്റ് ഇയർ, ആ വർഷത്തെ തന്നെ ഏതെങ്കിലും ഒരു ഇൻകത്തിൽ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ്സ് ചാർജബിൾ ടു ടാക്സിൽ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ എന്താണ് സ്റ്റിക്കി അഡ്വാൻസസ്? Interest income of public financial institution or banks on doubtful debt. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റിക്കി അഡ്വാൻസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയോ ബാങ്ക്സിൻ്റെയോ അതിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം അതെന്ത് ചെയ്യുക, ഷാൾ ബി ചാർജബിൾ ടു ടാക്സ് ഓൺലി വെൻ ഐദർ ഇറ്റ് ഈസ് ആക്ച്വലി റിസീവ്ഡ് ഓർ ദേ ബിക്കം ഷുവർ ഓഫ് റിയലൈസേഷൻ ആൻഡ് ക്രെഡിറ്റ് ഇറ്റ് ടു P&L അക്കൗണ്ട്. നമുക്കത് ആക്ച്വലി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ടാക്സിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്. In the case of a person carrying on any specified profession, he has to maintain book of account in such a manner that the assessing officer is able to compute his taxable income correctly. നമ്മൾ എന്ത് ചെയ്യണം, ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് പ്രൊഫഷനൊക്കെ ക്യാരി ചെയ്യുന്നവരാണെങ്കിൽ നമ്മളൊരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അസസിങ് ഓഫീസർക്ക് ടാക്സബിൾ ഇൻകം കറക്റ്റ്ലി കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. In the case of a person carrying on non-specified profession or business, he is not required to maintain any book of account. ഇപ്പോൾ നോൺ സ്പെസിഫൈഡ് ബിസിനസ്, സ്പെസിഫൈ ചെയ്ത് പറയാത്ത ബിസിനസ്സൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നോൺ സ്പെസിഫൈഡ് പ്രൊഫഷനാണ് കൈകാര്യം ചെയ്യുന്നെങ്കിൽ അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബുക്ക് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. If during any of the preceding 3 years his income has exceeded 1,20,000 or his total sales or gross receipts has exceeded 10 lakh, then he has to maintain such accounts and documents which will enable the assessing officer to compute his taxable income correctly. Then valuation of closing stock. It is done at cost or market price whichever is lower. നമുക്കറിയാം അല്ലേ, ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെയാണ് നമ്മൾ വാല്യൂ ചെയ്യുക, മാർക്കറ്റ് പ്രൈസ് ആണോ കോസ്റ്റ് പ്രൈസ് ആണോ ഏതാണോ കുറവ് അത് വെച്ചിട്ടാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. It shall also include the amount of tax, duty, cess or fees paid or liability incurred for the same under any law in force. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാം, മാർക്കറ്റ് പ്രൈസോ കോസ്റ്റ് പ്രൈസ് whichever is less നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ ഇത് ഫുൾ കണ്ടു കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്ക് എന്തെങ്കിലും
എന്താണ് പ്രൊഫഷൻ, എന്താണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതുകൊണ്ട് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. നിങ്ങൾ പേടിക്കേണ്ട, ഒന്നും കൂടി ഞാൻ പറയുകയാണ്. നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ കിട്ടി, അപ്പോൾ അത് ബിസിനസ്സായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ അല്ലാതെ തീരില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക്